അല്ലാഹുവേ, ഈ സൂര്യൻ എത്ര അടുത്താണ്. ഈ മഹ്ശറ മൈതാനത്ത് ഒരു തണല് പോലും ഇല്ലല്ലോ പഠിച്ചോനെ. നമ്മള് രണ്ടാളും കാലിന്റെ അടിവരെ മൊത്തത്തിൽ വെന്തുരുകി വേർത്തൊലിക്കുകയാണല്ലോ. പക്ഷെ അവിടെ മാത്രം തണലുണ്ടല്ലോ. അത് അള്ളാഹുവിന്റെ ഹർഷ എന്ന സിംഹാസനത്തിലെ തണലാണ്. അങ്ങനാണോ? എനിക്കറിയുന്ന ഒരാളാ തണല് നിൽക്കുന്നുണ്ട്. നമുക്ക് പോയി അന്വേഷിച്ചാലോ അവർക്ക് എങ്ങനെയാണ് ആ തണല് കിട്ടിയെന്ന്. ചോദിച്ചു നോക്ക്. അസ്സലാമലൈക്കും ഫാത്തിമ. വലൈക്കും അസ്സലാം ഫൗസി. അല്ലെ ഫാത്തിമ, നിനക്ക് മാത്രം എങ്ങനെ ഹർഷിന്റെ തണല് കിട്ടിയേ? അതിന് മാത്രം എന്ത് നന്മയാണ് നീ ചെയ്തത്? ഞാൻ ധാരാളമായിട്ട് ദാനധർമ്മങ്ങൾ ചെയ്യുമായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ഈ ഹർഷിന്റെ തണൽ ലഭിച്ചത്. നീ ദാനം ചെയ്തു, സ്വതക്ക ചെയ്തെന്നോ? ഞാൻ നിന്റെ വീടിന്റെ അടുത്തല്ലേ, ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇതുവരെ നീ ദാനം ചെയ്യുന്ന ആർക്കും. ഞാൻ വലത് കൈ കൊണ്ട് കൊടുത്തത് ഇടത് കൈ അറിയാത്ത വിധത്തിൽ, ആരും അറിയാതെ അള്ളാഹു താലയുടെ തൃപ്തി മാത്രം ആഗ്രഹിച്ചിട്ടാണ് ദാനധർമ്മം ചെയ്തത്. അതുകൊണ്ടാണ് എനിക്ക് അള്ളാഹു താലയുടെ ഹർഷിന്റെ സിംഹാസനത്തിലെ തണൽ ലഭിച്ചത്. അങ്ങനാണോ? ഇനി അവിടെ 5-6 പേരുണ്ടല്ലോ, അവർക്കൊക്കെ എങ്ങനെ അള്ളാഹുവിന്റെ ഹർഷിന്റെ തണല് കിട്ടിയത്? നമുക്ക് ചോദിച്ചിട്ട് മനസ്സിലാക്കാം.